ഗുഡ് മോർണിംഗ് ഓൾ. മൈസെൽഫ് അഭിനയ് CV, തേർഡ് ഇയർ BP സ്റ്റുഡൻറ്റ്. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് സെമിനാറിൻ്റെ ടോപ്പിക്ക് ഫണ്ടമെൻ്റൽ ആൻഡ് അനാട്ടമിക്കൽ പൊസിഷൻ. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ ഓഫ് അനാട്ടമിക്കൽ പൊസിഷനിലേക്ക് പോകാം. എന്താണ് അനാട്ടമിക്കൽ പൊസിഷൻ? അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ദ പൊസിഷൻ ഓഫ് ദ ബോഡി വെർ ദ ഫീറ്റ് ആർ ഷോൾഡർ വിത്ത് ദ പാർട്ട്, ടോസ് പോയിൻറ്റിംഗ് ഫോർവേഡ്സ് ആൻഡ് ആം ആർ അറ്റ് ദ സൈഡ്സ് ആൻഡ് പാം ഫേസിങ് ഫോർവേഡ്. നമ്മുടെ നമ്മുടെ ഫീറ്റ് എപ്പോഴും ഷോൾഡർ വിത്ത് അപ്പാർട്ടിലായിരിക്കും. അതേപോലെ നമ്മുടെ ടോസ് പോയിൻറ്റിങ് ഫോർവേഡ്, അതേപോലെ നമ്മുടെ പാം ഫേസിങ് ഫോർവേഡും ആയിരിക്കും അനാട്ടമിക്കൽ പൊസിഷനിൽ. ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് അനാട്ടമിക്കൽ പൊസിഷനിലേക്ക് പോകാം. പ്രൊവൈഡ്സ് എ സ്റ്റാൻഡർഡൈസ്ഡ് ആൻഡ് റെഫറൻസ് പോയിന്റ് ഫോർ ഡിസ്ക്രൈബിംഗ് ദ ലൊക്കേഷൻ ഓഫ് ദ ബോഡി സ്ട്രക്ചർ. നമുക്ക് നമ്മുടെ ബോഡി ലൊക്കേഷൻസ്, അതുപോലെ നമ്മുടെ ബോഡി സ്ട്രക്ചേഴ്സ് മനസ്സിലാക്കാൻ വേഗം ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും ഈ അനാട്ടമിക്കൽ പൊസിഷനിലൂടെ. അലൗസ് ഫോർ ആക്യുറേറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് മൂവ്മെൻറ്റ്സ് ആൻഡ് ആക്ഷൻ. നമ്മുടെ ആക്യുറേറ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സും ആക്ഷൻസിനൊക്കെ കുറിച്ച് കൂടുതലും അലോ ചെയ്യാനും മനസ്സിലാക്കാനും പറ്റും. എസെൻഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ അനാട്ടമി ആൻഡ് മൂവ്മെൻറ്റ്. നമ്മുടെ ഹ്യൂമൻ അനാട്ടമിനെ കുറിച്ചായാലും മൂവ്മെൻറ്റിനെ കുറിച്ചായാലും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വളരെ എസെൻഷ്യലാണ് ഈ അനാട്ടമിക്കൽ പൊസിഷൻ. ഇനി അടുത്ത് നമുക്ക് ഫണ്ടമെൻ്റൽ പൊസിഷനിലേക്ക് പോകാം. ദ പൊസിഷൻ ഓഫ് ദ ബോഡി വെർ ദ ഫീറ്റ് ആർ ടുഗദർ, ആംസ് ആർ അറ്റ് ദ സൈഡ്സ് ആൻഡ് പാം ഫേസിങ് ദ തൈസ്. നേരത്തെ പറഞ്ഞ പോലെ ഇതിലാവുമ്പോൾ ഫണ്ടമെൻ്റൽ പൊസിഷനിൽ അനാട്ടമിക്കൽ പൊസിഷനിൽ ആയിട്ടുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. ഇതിൽ ഫീറ്റ് ടുഗദറാണ്. അനാട്ടമിക്കൽ പൊസിഷനിൽ ഫീറ്റ് ഷോൾഡർ വിത്ത് അപ്പാർട്ടിലാണെങ്കിൽ ഇതിൽ ഫീറ്റ് ടുഗദറാണ്. അതുപോലെ ആംസ് അറ്റ് ദ സൈഡ്സ് അനാട്ടമിക്കൽ പൊസിഷനിലായാലും ഫണ്ടമെൻ്റൽ പൊസിഷനിലായാലും സെയിം ആണ്. പിന്നെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ പൊസിഷനിൽ പാം ഫേസിങ് തൈസ് ആണ്. അനാട്ടമിക്കൽ പൊസിഷനിൽ പാം ഫേസിങ് ഫോർവേഡുമാണ്. ഇനി അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. കമ്പാരിസൺ ഓഫ് അനാട്ടമിക്കൽ ആൻഡ് ഫണ്ടമെൻ്റൽ പൊസിഷൻ. ഇനി അനാട്ടമിക്കൽ പൊസിഷൻ്റെ ഫണ്ടമെൻ്റൽ പൊസിഷനുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ അനാട്ടമിക്കൽ പൊസിഷനിൽ നേരത്തെ പറഞ്ഞ പോലെ ഫീറ്റ് ഷോൾഡർ വിത്ത് അപ്പാർട്ടിലായിരിക്കും. അതുപോലെ ഫണ്ടമെൻ്റൽ പൊസിഷനിൽ ഫീറ്റ് ടുഗദറായിരിക്കും. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ അനാട്ടമിക്കൽ പൊസിഷനിൽ ടോസ് പോയിൻറ്റിങ് ഫോർവേഡ് ആണെങ്കിൽ ഫണ്ടമെൻ്റൽ പൊസിഷനിലായാലും ടോസ് പോയിൻറ്റിങ് ഫോർവേഡ് ആയിരിക്കും. അതേപോലെ ആംസ് അറ്റ് ദ സൈഡ്സ് അതിലും ഫണ്ടമെൻ്റൽ പൊസിഷനിലായാലും അനാട്ടമിക്കൽ പൊസിഷനിലായാലും ആംസ് അറ്റ് ദ സൈഡ്സ് സെയിം തന്നെയാണ്. അതേപോലെ ഇനിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പാം ഫേസിങ് ഫോർവേഡ്. അനാട്ടമിക്കൽ പൊസിഷനിൽ പാം ഫേസിങ് ഫോർവേഡ് ആയിരിക്കും. ഫണ്ടമെൻ്റൽ പൊസിഷനിൽ പാം ഫേസിങ് തൈസ് ആയിരിക്കും. ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്. ആക്യുറേറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പേഷ്യൻ്റ് പൊസിഷൻ ഈസ് ക്രൂഷ്യൽ ഫോർ ഡയഗ്നോസിങ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. ഈ പൊസിഷനിലൂടെ നമുക്ക് ഒരു പേഴ്സണെ ട്രീറ്റ് ചെയ്യാനും ട്രീറ്റ്മെൻറ്റിനൊക്കെ വളരെ ആവശ്യമുള്ളതാണ്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് അനാട്ടമിക്കൽ ആൻഡ് ഫണ്ടമെൻ്റൽ പൊസിഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ഫിസിക്കൽ തെറാപ്പിസ്റ്റ്, നഴ്സ്, അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്. അനാട്ടമിക്കലും ഫണ്ടമെൻ്റൽ പൊസിഷനെ കുറിച്ച് അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയാലും അതെ, നമ്മുടെ ഒരു നേഴ്സ്, ഒരു അതർ പ്രൊഫഷണൽ ആയാലും മെഡിക്കൽ പ്രൊഫഷണൽസ് ആയാലും അവർക്ക് വേണ്ടതാണ് ഈ അനാട്ടമിക്കൽ പൊസിഷൻ ആയാലും ഫണ്ടമെൻ്റൽ പൊസിഷനെ കുറിച്ചും വളരെയധികം അറിയേണ്ട ഒരു കാര്യമാണ്. ഇംപ്രോപ്പർ പൊസിഷൻ ക്യാൻ ലീഡ് ടു മിസ്ഡയഗ്നോസിസ് ഓർ ഇൻഎഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്. നമുക്ക് പ്രോപ്പറായിട്ടുള്ള അതിനുള്ള നോളേജ് ഇല്ല, പൊസിഷനെ കുറിച്ചുള്ള നോളേജ് ഇല്ലെങ്കിൽ, അനാട്ടമിക്കൽ പൊസിഷനെ കുറിച്ചിട്ടായാലും ഇതിന് ഫണ്ടമെൻ്റൽ പൊസിഷനായിട്ടുള്ള നോളേജ് ഇല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഡയഗ്നോസിസും അവർക്ക് നൽകാൻ കഴിയില്ല. ഇതാണ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഇതാണ് എൻ്റെ ടോപ്പിക്ക്, ഫണ്ടമെൻ്റൽ ആൻഡ് അനാട്ടമിക്കൽ പൊസിഷൻ. നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടിയും ചെറുതായിട്ട് പറഞ്ഞുതരാം. ഫണ്ടമെൻ്റലിലാണെങ്കിൽ നമ്മുടെ ഫീറ്റ് എപ്പോഴും ടുഗദറായിരിക്കും, ടോസ് പോയിൻറ്റിങ് ഫോർവേഡ്, അതേപോലെ പാം ഫേസിങ് അറ്റ് ദ തൈസ്. അതേപോലെ ഇതിൽ അനാട്ടമിക്കൽ പൊസിഷനിൽ നമ്മുടെ ഫീറ്റ് എപ്പോഴും ഷോൾഡർ വിത്ത് അപ്പാർട്ടിലായിരിക്കും, ടോസ് പോയിൻറ്റിങ് ഫോർവേഡ് തന്നെയായിരിക്കും. അതേപോലെ പാം ഫേസിങ് ഫോർവേഡാണ് അനാട്ടമിക്കൽ പൊസിഷൻ. അപ്പോൾ ഇതാണ് എൻ്റെ ടോപ്പിക്ക്. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.